അങ്ങനെ നമ്മുടെ സൂര്യ അണ്ണന്റെ റെട്രോ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ദ വൺ സൂര്യ. കാർത്തിക് സുബ്ബരാജ്. ഈ പടത്തിന് മെയിനായിട്ട് ഞാൻ കയറാൻ കാരണം ഈ ഒരൊറ്റ പേരാണ്. ബിക്കോസ് ഇയാളുടെ പ്രീവിയസ് സിനിമകൾ അതാണ് ഇന്ന് ഈ പടത്തിന് കയറ്റിവിട്ടത്. തിയേറ്ററിലെ പകുതി ആൾക്കാർ സൂര്യയാണെങ്കിൽ പകുതി ആൾക്കാർ സംവിധായകനും. ബിക്കോസ് സൂര്യയുടെ അടുത്ത പടങ്ങളൊക്കെ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇയാള് തിരുമ്പി വരും, തിരിച്ചു വരും, അങ്ങനത്തെ പ്രതീക്ഷയൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അയാളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാർത്തിക് സുബ്ബരാജ് അണ്ണ, നിങ്ങൾ മീഷോന്ന് കൊടുന്ന് വെച്ച നിങ്ങളുടെ പഴയ സിനിമയുടെയൊക്കെ ഒരു കൂട്ടിക്കെട്ടിയ ഒരു അവിയൽ വേർഷനാണ് ഈ സംഗതി എന്ന് എനിക്ക് പറയാനുള്ളൂ. റൊമ്പ കാർത്തിക് സുബ്ബരാജ് വേസ്റ്റ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സിനിമ മൊത്തം ഇതുവരെയുള്ള സൂര്യന്റെ സിനിമകളും എല്ലാം കൂടെ മിക്സ്. കാർത്തിക് സുബ്ബരാജിന്റെ കുറെ സിനിമകൾ, അതായത് ഒരു സിനിമ വാട്ട് ഈസ് കാർത്തിക് സുബ്ബരാജ് ഈസ് നോൺ ഫോർ, സിനിമയിലൂടെ പൊളിറ്റിക്സ്, ജാതിയുടെ, നിറത്തിന്റെ, അടിമത്തത്തിന്റെ ഒക്കെ പൊളിറ്റിക്സ്. ഇത് മതിയായടേ. അതായത് അതിൽ പറയാം, ഇപ്പോൾ ജിഗർദണ്ഡ നിങ്ങൾ പറഞ്ഞു, ദാറ്റ് വാസ് ക്ലീൻ ആൻഡ് ക്രിസ്പ്. ഇല്ലെങ്കിൽ നിങ്ങൾ മഹാൻ, നിങ്ങളെ എല്ലാ പടങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ റേഞ്ച് സാധനങ്ങളായിരുന്നു നിങ്ങളത്. പക്ഷെ കമ്മിങ് ടു ദിസ് മൂവി, ഇത് എന്തുവാണാ ഇത്? ഇത് എന്തെന്നാ ഇത്? സൂര്യനെ വെച്ച് അപരാധിച്ച് നാട്ടുകാരെ കൊല്ലി. അയ്യയ്യയ്യേ. അതായത് ഈ സിനിമേൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു പെർട്ടിക്കുലർ സാധനത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി വരെയും ഒരു ക്രിഞ്ച് മലങ്കൾട്ട് ലവ് ട്രാക്കും പിടിച്ച് ഫൈറ്റ് ഉണ്ട്. അത് ഞാനുള്ള അല്ലേ BGM തന്നെ ചില BGM അടിപൊളി, ചിലത് തറപ്പാണ്ടി സാധനം. അതായത് ചില BGM കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ വാവടിയും. സെക്കൻഡ് ഹാഫില് ഒരു ഫൈറ്റിനൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം. ഫസ്റ്റ് ഹാഫിലും ഒരു സാധനം ഉണ്ട്. അതൊക്കെ ഫൈറ്റിന്റെ ഇടയിൽ വെക്കുന്ന BGM-ഉം ആ സാധനങ്ങളൊക്കെ അടിപൊളി, അതിന്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളി, ഫൈറ്റ് അടിപൊളി. പക്ഷെ അത് വിട്ട ഈ പടത്തിനകത്ത് ഒരു വലിയ സംവിധായകന്റെയും വലിയ നടന്റെയും സിനിമേനെ പറ്റി മൊത്തത്തിൽ പറയുമ്പോൾ നടന്റെ എൻട്രി, BGM ഇതൊക്കെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അയ്യോ, അല്ലാതെ ഈ സിനിമയിൽ ഒന്നും പറയാനില്ല. കാരണം എന്താ അറിയോ, വാട്ട് യു എക്സ്പെക്ട് ഫ്രം എ കാർത്തിക് സുബ്ബരാജ് ഫ്രെയിം. അതിനൊരു ഒരു കഥയ്ക്ക് ഒരു ആർക്കുണ്ട്, ഒരു ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്. അതിന്ന് കിട്ടേണ്ട ഒരു എന്താ, നമുക്കൊരു പൊളിറ്റിക്സ് ഒക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ട്. അതായത് മുൻകാല ചിത്രങ്ങളാണ് തിയേറ്ററിൽ ഇത്ര ആളെ കൂട്ടിയത്, നിറയെ ജനങ്ങളെ. ഇതൊരുമാതിരി സൂര്യക്ക് വേണ്ടി അയാൾ കോംപ്രമൈസ് ചെയ്തതാണോ അതോ അയാൾക്ക് വേണ്ടി സൂര്യ കോംപ്രമൈസ് ചെയ്തതാണോ നമുക്ക് മനസ്സിലാവുന്നില്ല. സത്യം, തിയേറ്ററിൽ നമ്മൾ പോയിരുന്നിട്ട് പൂജാ ഹെഗഡെ എന്റെ പൊന്നെ കാണുമ്പോ വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടാളും തമ്മിലുള്ള കോംബോ സീന് വൺ ഓഫ് ദ വേസ്റ്റ് ലവ് ട്രാക്ക് ഐ ഹാവ് എവർ സീൻ ഇൻ എനി മൂവി. അവര് ആ സെന്റിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിച്ചി കൊടുത്തിട്ട് സെന്റിമെന്റൽ സീനുകളൊക്കെ. ഇത് എന്തെന്നാണത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഓക്കെ, ചിരിന്റെ കാര്യം പറയുന്നുണ്ട്. ചിരി എന്ന് പറഞ്ഞൊരു സാധനം ഒരു മനുഷ്യനിൽ വരുന്ന ഒക്കെ സമ്മതിച്ചടേ. പക്ഷെ ഇറ്റങ്ങൾ തമ്മിലുള്ള കോംബോ ഉണ്ടല്ലോ, ഈ ലവ് ട്രാക്ക് ഒക്കെ പിടിക്കുമ്പോൾ ഈ കോംബോ വർക്കൗട്ട് ആവുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഒരു റുക്കൂന്ന് വിളിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂജ ഹെഗഡേനെ വെറുത്തിരിക്കുമ്പോൾ സൂര്യ ഒന്ന് റുക്കൂന്ന് വിളിക്കുമ്പോൾ സൂര്യനെയും വെറുക്കണ്. ആ അവസ്ഥയിൽ കാര്യങ്ങൾ പോകണം. സാധാരണ സിനിമയിൽ ഒരു ലവ് ട്രാക്ക് കാണുമ്പോൾ നമുക്കൊരു രസം തോന്നും. ഇത് വരുന്നുണ്ട് ലവും കൊണ്ട് ഇത് തോന്നുന്ന അവസ്ഥയാണ് ലവ് ട്രാക്ക് കാണുമ്പോ. പരിവേലല്ല, പരിപ്പുവട കണ്ണൻ. ഞാനതാണ് പറയാറ്. പരിവേൽ കണ്ണൻ രുക്മിണി കംസൻ, ഇതാണ് സിനിമ. അതിനിടയിൽ അതെ, സത്യത്തിൽ അതല്ലേ സിനിമ. അതാണ് ഉദ്ദേശിക്കുന്ന സാധനം ന്യൂ ജനറേഷൻ ടൈപ്പിലേക്ക് മാറ്റി. അയ്യോ, ഇതിപ്പോ എന്താ അറിയോ, നമ്മള് കൽക്കിയൊക്കെ കണ്ട് മനസ്സിലായ. അതായത് നമ്മളെ എന്താ പറയാ, നമ്മുടെ ഇതിഹാസ സാധനങ്ങൾ എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഒരു പുതിയ ഐറ്റംസിൽ ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ടൈപ്പ് സാധനമാണ്. ഇതൊരുമാതിരി ആളെ ഊശയാക്കി വിടുന്ന. അതായത് പടം തുടങ്ങുമ്പോൾ പറയുന്നത് ഒരു ഗോൾഡ് ഫിഷിനെ കുറിച്ചിട്ട്, അപ്പം ഞാൻ വിചാരിച്ച സെറ്റപ്പ് സാധനം ഇതിപ്പോ വേറെ റേഞ്ചിക്ക് ഭീകര ഗോൾഡ് ഫിഷ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് സിനിമ ആണ് മനസ്സിലാവും. അങ്ങനെ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ പിന്നെ ഒന്ന് രസമായി സിനിമ. അതായത് ഈ ക്യാരക്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്ന സൂര്യന്റെ ക്യാരക്ടറിനുള്ള ഒരു ആർക്കുണ്ട് ഫസ്റ്റ്. അതായത് എങ്ങനെയാണ് ആ ക്യാരക്ടർ നമ്മുടെ ഇയാളായിട്ട് കണക്ട് ആവുന്നത്, ജോജു ജോർജിനായിട്ട് കണക്ട് ആവുന്നത് എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്. ഓക്കെ, ജോജു ജോർജിന്റെ ക്യാരക്ടറും ആദ്യമൊക്കെ ഭയങ്കര രസമാണ്. ആ സാധനങ്ങളൊക്കെ തുടക്കത്തിൽ ഒരു എത്ര മിനിറ്റ്, ഒരു 10 മിനിറ്റ് തുടക്കത്തിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം എവിടെ തുടങ്ങിയ കഥയാ, ഗോൾഡ് ഫിഷ് തുടങ്ങിയ കഥ ചിരി കൂടി പോയി, ചിരിന്ന് അപ്പുറത്ത് പോയിട്ട് ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നിർത്താൻ നേരത്തും പിന്നെ തോന്നി എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കുന്നു. സെക്കൻഡ് ഹാഫ് എന്നൊക്കെ ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് ബിലോ ആവറേജ്, സെക്കൻഡ് ഹാഫ് എനിക്ക് മറ്റേ കോക്ക് പറഞ്ഞ ചത്തന്റെ ECG അമ്മാതിരി സാധനം. പോസ്റ്റ്മോർട്ടം നടത്തി നോക്കിയാലും അതിനകത്തൊന്നും ഒരു പൾസും കിട്ടില്ല. അമ്മാതിരി ഒരു സാധനം സെക്കൻഡ് ഹാഫ്. അയ്യേ, എന്നിട്ട് ഇതിനിടയിൽ ഒരു കാട്ടവരാതം വില്ലനും. ഏതാവൻ ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും നല്ലൊരു വില്ലൻ വരുന്നു. അതിന് നല്ല പ്രകാശ് രാജിന് കുറച്ചും കൂടി റോൾ കൊടുത്ത് അയാളെ നല്ല സെറ്റപ്പ് ആക്കി കൊടുത്താൽ മതിയെന്ന്. അതിലെനിക്ക് ഏറ്റവും നന്നായി തോന്നിയത് ജയറാമിനാണ്. ജയറാം ആ കൊടുത്ത റോള് എനിക്ക് ജയറാം നമ്മളെ വെറുപ്പിക്കാതെ ചിരിപ്പിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ സുജിത് ശങ്കർ നമ്മളെ മലയാളത്തിലുള്ള അയാളും രസമുണ്ട്. കാരണം സുജിത് ശങ്കർ നമ്മൾ കണ്ടതാണ് നമ്മളെ ഫഹദ് ഫാസിലിന്റെ മറ്റേ സിനിമ. അതന്നെ. അപ്പൊ മൂപ്പര് പടത്തിന്റെ പേര് പറയില്ല എന്ന് പറയണ്ട, പെട്ടെന്ന് കിട്ടാനായിട്ടാണ്. സുജിത് ശങ്കർ ആണെന്നുണ്ടെങ്കിലും സുജിത് ശങ്കറിന്റെ ക്യാരക്ടറും മഹേഷിന്റെ പ്രതികാരം ഇനിയിപ്പോ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും അടി ഉണ്ടാക്കരുത്. അപ്പൊ സുജിത് ശങ്കറിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. സ്വാസിക ഉള്ള നേരം വെറുപ്പിക്കാതെ സ്വാസികയും പോയി ക്ലീൻ ആയിരുന്നു. കാരണം ഒന്നും ചെയ്യാനല്ല സ്വാസി അതൊക്കെ നമുക്ക് വരാം. അവര് പിന്നെ ഓക്കെയാണ്. സ്വാസികയ്ക്കൊന്നും പ്രത്യേകിച്ച് റോളില്ല മക്കളെ, സ്വാസികയ്ക്കില്ല. ഈവൻ ഞാൻ പറഞ്ഞു ഇതിന് നല്ല റോൾ ഉള്ളത് സുജിത് ശങ്കറിനും നമ്മളെ ജോജു ജോർജിനുമാണ്. ജോജു ജോർജ് പിന്നെ അവസാനമായപ്പോഴത്തേക്ക് പിന്നെ ജോജു ജോർജ് എന്തായി, അയാൾക്കും എല്ലാരും വെറുപ്പിക്കാന്ന് ഞാനും വെറുപ്പിക്കാന്ന് പറഞ്ഞു ഭാഗമായി. അയാളും വെറുപ്പിക്കും. പിന്നെ രമ്യ സുരേഷ്, നമ്മളെ മലയാളത്തിൽ നിന്നുള്ള രമ്യ സുരേഷ് എന്ന് പറഞ്ഞാൽ അവര് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അവർക്കൊരു ഇന്റൻസിറ്റി ഒക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അല്ലെ. ക്രിസ്റ്റഫറിലൊക്കെ ഉണ്ട് അവര്, പടവെട്ട് അതിലൊക്കെ ഉള്ളവര്. അവര് രമ്യ സുരേഷിനും തുടക്കത്തിലുള്ള ഒരു ഇന്റൻസിറ്റി പോലെ തന്നെ ആ ഒരു ക്യാരക്ടറിലെ ആ ഒരു ക്യാരക്ടറിന്റെ സാധനം അവരും കീപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം സത്യത്തിൽ സൂര്യനാണ് പറയുന്നത്. സൂര്യന്റെ ഫൈറ്റും ലുക്കും ബാക്കി സാധനങ്ങളൊക്കെ ഫൈനഡ്. പക്ഷേ ഉണ്ടല്ലോ അയാൾ ഓക്കെ ചിരി വരാതെ പിടിച്ചു നിന്നതൊക്കെ അല്ലേ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രഗിൾ ആണ്. പക്ഷെ എന്നാലും ഈ പടത്തിലേക്ക് വരുമ്പോൾ ഒരു നാട്ടുകാരായിട്ട് ഈ പടം കണക്ട് ആവണ്ടേ. പടം എന്ന് പറഞ്ഞ സാധനം ഒന്നില്ലെങ്കിൽ ആ ക്യാരക്ടറിലൂടെ കണക്ട് ആവണം, അല്ലെങ്കിൽ ആ ക്യാരക്ടറിലൂടെ പറയുന്ന കഥയിൽ കണക്ട് ആവണം. പടം കണക്ട് ആവുന്നത് എവിടെ അറിയോ? ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പടം കണക്ട് ആയി. ആ 15 മിനിറ്റ് പടം കണക്ട് ആയി. എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ ഇങ്ങനെ വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ആയി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലാസ്റ്റ് ഉണ്ട് ഒരു ഫൈറ്റും എന്നിട്ട് ഒരു ക്ലൈമാക്സ് അങ്ങനത്തെ ഒരു സാധനവും. എന്നിട്ട് എല്ലാ സ്ഥിരം മറ്റേ പൊളിറ്റിക്സിന്റെ സാധനത്തേക്ക് കൊടുന്ന് വെച്ചിട്ട്, അതായത് ആരോ ഇൻജക്ട് ചെയ്ത് വിട്ട പോലെ കാർത്തിക് സുബ്ബരാജ് ആണോ സിനിമ എടുക്കണേ എന്നാ രാഷ്ട്രീയം പറയണം. അത് നിർബന്ധം. അങ്ങനത്തെ ഒരു സാധനം പേട്ട ഇങ്ങനെ അവിടെ തന്നെയല്ലേ. സൂര്യന്റെ ക്യാരക്ടർ തന്നെ അറിയണില്ല അത് എവിടെ കൊണ്ട് എത്തിക്കണം. അയാൾ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചിങ്ങനെ പോകണം. അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക് സുബ്ബരാജിന്റെ പടം കാണാൻ പോയിട്ട് മീഷോന്ന് മേടിച്ചൊരു കാർത്തിക് സുബ്ബരാജിന്റെ പടവും കണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മളെ മലയാള സിനിമയിലൊക്കെ നല്ല നല്ല പടങ്ങൾ കണ്ട് ശീലിച്ചു കഴിഞ്ഞു മലയാളികൾ. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോഴാണ് ഇത്രയും വലിയൊരു കാസ്റ്റ്, ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഉള്ള ഒരു പടത്തിൽ ഗ്രാഫിക്സ് വെക്കുമ്പോഴെങ്കിലും മാന്യമായിട്ടും മര്യാദയ്ക്കും വെച്ചുവിടറേ. അയ്യോ ഇതിലൊരു സീനിലൊക്കെ കറക്റ്റ് മനസ്സിലാവും നമുക്ക് എജാതി വളിഞ്ഞ ഗ്രാഫിക്സ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളതെന്നുള്ളതൊക്കെ. അങ്ങനത്തെ ഒരു എന്താ പറയാ അവരാതി ഗ്രാഫിക്സും വെച്ച്. പിന്നുണ്ട് ഇതില് സൂര്യന്റെ ജയിലിനകത്ത് എന്തെന്നാളോ ചകിരിത്തൊപ്പ് വെച്ച് പെയിന്റ് അടിച്ചു വിട്ടതാ താടി എന്ന് പറഞ്ഞിട്ട്. ഇതൊരു നാട്ടുകാർക്ക് മനസ്സിലാവില്ല ഇതൊക്കെ അല്ലേ. ഒന്നിനും ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യല്ലേ, കുറച്ച് മര്യാദയ്ക്കും മെനയോടെ വെച്ചുകൂടെ ഇതൊക്കെ. അതൊക്കെ ഭയങ്കര ക്ലോസ് ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ ആ സാധനം ഇവിടെ ഇതൊക്കെ വേറെ മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത പടത്തിൽ എവിടേക്കോ. അതായത് പടം പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പരിപാടിയാക്കണം എന്ന് വിചാരിച്ചു. അതായത് ഉരുട്ടി എത്ര ഉരുട്ടും മനുഷ്യന്മാരെ പറ്റിച്ചു ശബ്ദം കൊടുത്താണ്. അങ്ങനെ ഇതിനൊക്കെ ഇടയിൽ ഈ വെറുപ്പിക്കലിനൊക്കെ ഇടയിൽ ശ്രേയാ ശരനെ വിളിച്ചു കൊടുത്തിട്ട് ഒരു ഐറ്റം ഡാൻസ് വേറെ. അത് അതിലും വലിയ ഞാൻ പറയുന്നില്ല. അപ്പൊ ആകെ മൊത്തം ദുരന്തടേ. എനിക്ക് സത്യം പറയാലോ, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രകാശ് രാജിനെ പോലത്തെ ഒരു സാധനത്തിനെ കിട്ടിയിട്ട് അല്ലെങ്കിൽ അത്ര നല്ലൊരു പ്രകാശ് രാജ് പോട്ടെ, നാസർ അപ്പുറത്ത് ഒരു കൊടൂര വില്ലൻ. അയാൾ ആ ചെയറിൽ കൊണ്ടുപോയി ഇരുത്തിക്കാണ് അവിടെ. അങ്ങനെ
വേണമെങ്കിൽ ഒരു വട്ടം സൂര്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൂര്യന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കുറച്ച് ബിജിഎമ്മും ഫൈറ്റും ഇത് കാണാൻ വേണ്ടി വേണമെങ്കിൽ കയറിക്കോ. അല്ലാത്ത പക്ഷം എനിക്ക് വെരി ബിലോ ആവറേജ് മൂവിയാണ്. ഐ എം അട്ടർലി ഡിസപ്പോയിന്റഡ് അല്ലേ? അത്രേ ഉള്ളൂ.